നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകാത്തതുൾപ്പെടെ പ്രതിസന്ധികൾ ഏറെയുണ്ടെങ്കിലും പൊതുമേഖലാ വിമാനത്താവളമായ കരിപ്പൂരിൽ യാത്രക്കാരുടെ എണ്ണം കൊണ്ടും സാമ്പത്തിക ലാഭം കൊണ്ടും ഈ വർഷവും തല ഉയർത്തിപ്പിടിക്കുകയാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 125 വിമാനത്താവളങ്ങളിൽ ലാഭത്തിൽ കോഴിക്കോട് വിമാനത്താവളം 3-ാം സ്ഥാനത്താണെന്ന് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ജംബോ ജെറ്റുകൾ ഇറങ്ങുന്ന തിരുവനന്തപുരം, കണ്ണൂർ വിമാനത്താവളങ്ങൾ നഷ്ടം രേഖപ്പെടുത്തിയപ്പോഴാണ് കരിപ്പൂരിൻ്റെ നേട്ടം. 95.38 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ ലാഭമെന്ന് ലോക്സഭയിൽ SR പാർത്ഥിബൻ MP-യുടെ ചോദ്യത്തിന് വ്യോമയാന സഹമന്ത്രി VK സിംഗ് നൽകിയ മറുപടിയിൽ പറയുന്നത്. കൊൽക്കത്ത, ചെന്നൈ വിമാനത്താവളങ്ങളാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിലുള്ളത്. 5 വർഷത്തിനിടെ 2 വർഷം മാത്രമാണ് കരിപ്പൂർ വിമാനത്താവളം നഷ്ടത്തിലായത്. അതും കോവിഡ് പ്രതിസന്ധി മൂലം. കോഴിക്കോട് വിമാനത്താവളത്തിൽ 2018-19 വർഷം 73.11 കോടിയും 2019-20 വർഷം 69.14 കോടിയും ലാഭമുണ്ടായി. കോവിഡ് പ്രതിസന്ധി ബാധിച്ച 2020-21 59.57 കോടിയും 2021-2022 22.63 കോടിയും നഷ്ടമുണ്ടായി. 125 വിമാനത്താവളങ്ങളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 17 വിമാനത്താവളങ്ങൾ മാത്രമാണ് ലാഭം രേഖപ്പെടുത്തിയത്. 15 എണ്ണത്തിൽ ലാഭവും നഷ്ടവുമില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ മിക്ക വിമാനത്താവളങ്ങളും നഷ്ടത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പൂന, ഗോവ, തിരുച്ചിറപ്പള്ളി എന്നിവയാണ് മികച്ച ലാഭമുണ്ടാക്കിയ മറ്റ് വിമാനത്താവളങ്ങൾ. ഗൾഫ് പ്രവാസികളുടെ സാന്നിധ്യമാണ് കരിപ്പൂർ വിമാനത്താവളത്തിന് എക്കാലവും അനുഗ്രഹമായിരിക്കുന്നത്. എന്നാൽ ഇതിനനുസൃതമായി കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താനോ വികസനത്തിന് സ്ഥലമേറ്റെടുത്ത് നടത്താനോ സാധിക്കുന്നില്ല. കരിപ്പൂരിൽ റസ റൺവേ എൻഡ് സേഫ്റ്റി ഏരിയ വികസനത്തിന് ആവശ്യമായ സ്ഥലമേറ്റെടുത്ത് വിമാനത്താവളത്തിന് അതോറിറ്റിക്ക് കൈമാറുന്നതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിനായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങൾ തുടരുകയാണ്. ഏറ്റെടുക്കുന്ന ഭൂമിക്കും വസ്തുക്കൾക്കുമുള്ള നഷ്ടപരിഹാരത്തിന് പുറമെ കുടിയൊഴിക്കപ്പെടുന്ന ഓരോ കുടുംബത്തിനും 10 ലക്ഷം വീതവും നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുത്ത് നൽകിയില്ലെങ്കിൽ റൺവേ വെട്ടിച്ചുരുക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം നേരത്തെ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. റൺവേ വെട്ടിച്ചുരുക്കുന്ന നിർദ്ദേശം വിമാനത്താവളത്തിൻ്റെ വികസനത്തെ മാത്രമല്ല ദൈനംദിന പ്രവർത്തനത്തെയും ബാധിക്കും. രസനിർമ്മാണം സുരക്ഷയുമായി ബന്ധപ്പെട്ടും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തതുമാണ് എന്നതിനാൽ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാവില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു.